കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം GTechൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നുള്ള വിശേഷങ്ങളുമായി കലകലാരവം ആരംഭിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ഇങ്ങനെ ആവേശത്തോടെ നിൽക്കുന്നത് മൂന്നാം ദിനം അല്ലേ? അത് മൂന്നാം ദിനം പുരോഗമിക്കുമ്പോൾ ഞങ്ങൾ ഉള്ളത് ആശ്രമ മൈതാനത്തെ പ്രധാന വേദിയായ ONV സ്മൃതിയിലാണ്. ഇവിടെ തിരുവാതിര കളി മത്സരം HSS വിഭാഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൽദോ ഒന്ന് നോക്കി എന്ത് തിരക്കാണെന്ന്. കൊല്ലത്തെ ഇതുപോലുള്ള ഒരു സ്വീകാര്യത കലോത്സവത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. മറ്റൊന്ന്, ഈ കൊല്ലംകാരുടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കൊല്ലംകാരുടെ അടുത്ത് കയ്യടി കിട്ടാൻ അല്പമാണ്. കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഗംഭീരമാണ് എന്നുള്ളതാണ്. ഇപ്പൊ മലബാറിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കലോത്സവം വന്നാൽ അത് വലിയ സ്വീകാര്യത, വലിയ ജനപങ്കാളിത്തത്തിന് ഇത്രമാത്രം ജനങ്ങൾ ഈ ആശ്രമ മൈതാനത്തേക്ക് എത്തുമെന്ന് സംഘാടകർ പോലും പ്രതീക്ഷിച്ചിരുന്നോ എന്ന് സംശയമാണ്. ഇന്ന് നമ്മുടെ മീഡിയയുടെ വാഹനങ്ങൾ പോലും അകത്തേക്ക് കയറ്റിവിടുന്നുണ്ടായിരുന്നു. അതെ, അത്രത്തോളം തിരക്കാണ് ഇവിടെ. പ്രായഭേദമന്യേ എല്ലാവരും അല്ലെ, കുടുംബമായിട്ടാണ് എല്ലാവരും ഈ ഈവനിങ് ആഘോഷിക്കാൻ. ഇന്ന് ശനിയാഴ്ച വൈകുന്നേരമാണ്. എല്ലാവരും ജോലിയിൽ നിന്നൊക്കെ ഒന്ന് മാറി റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ കലോത്സവം കാണാൻ, ഈ പ്രതിഭകളെ കാണാൻ, അവരുടെ മത്സരങ്ങൾ കാണാൻ എല്ലാവരും കുടുംബവും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഒരു ഉത്സവ പ്രതീതി തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ. അപ്പോൾ നമ്മളെ ഈ കലോത്സവം എപ്പോഴും ആഘോഷത്തിന്റേതാണല്ലോ. നമ്മളൊരു പിറന്നാൾ ആഘോഷത്തിന്റെ ദൃശ്യത്തിലേക്ക് പോയ ശേഷം നമുക്ക് മറ്റു വിശേഷങ്ങളിൽ കടക്കാമെന്ന് തോന്നുന്നു. ഈ പിറന്നാൾ ആഘോഷം നടന്നത് അത് ഈ ഊട്ടുപുരയായിട്ടുള്ള രുചിയിടത്തിലാണ്, രുചിയിടത്തിലെ തെന്മലയിലാണ്. അവിടെ പത്തനംതിട്ടയിൽ നിന്നുള്ള വൈഗ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അത് ആഘോഷിച്ചത് രാത്രി 12 മണിക്കാണ്. 12 മണിക്ക് നടന്ന ആ ബർത്ത്ഡേ ആഘോഷത്തിന്റെ വിഷ്വൽ കണ്ട ശേഷം നമുക്ക് മറ്റ് കലോത്സവ വാർത്തകളിലേക്ക്, വിശേഷങ്ങളിലേക്ക് കിടക്കാം. മനതാരിലലിയുന്ന അക്ഷരക്കൂട്ടങ്ങൾ തിരുമുൻപിലമ്മയ്ക്കായി കാഴ്ച വയ്ക്കാം. തിരുമുൻപിലമ്മയ്ക്കായി കാഴ്ച വയ്ക്കാം. ധീര ധീര വീര ഹീര ഹേ പാണ്ഡവ കൂടെ. ധീര ധീര വീര ഹീര ഹേ പാണ്ഡവ കൂടെ. പോരിക പരാതെ മൽഗൃഹേ പാണ്ഡവ കൂടെ. പോരിക പരാതെ മൽഗൃഹേ. ക്ഷീരപൂര ഗൗരകീർത്തെ നീരജാസ്ത്ര ചാരുമൂർത്തെ. ക്ഷീരപൂര ഗൗരകീർത്തെ നീരജാസ്ത്ര ചാരുമൂർത്തെ. ദൂരിതാരി പൂകൃതാർത്തെ പൂർവംശ പുണ്യകീർത്തെ. ദൂരിതാരി പൂകൃതാർത്തെ പൂർവംശ പുണ്യകീർത്തെ. മുന്നമീ വീടെ നിന്നല്ലയോ
കണ്ടതു തമ്മിൽ ഉന്നമിവിടെ നിന്നല്ലയോ കണ്ടതു തമ്മിൽ സുന്ദര. ഓക്കെ, അപ്പോ വേദി ഒന്നിലെ ONV സ്മൃതിയിലെ തിരുവാതിര ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊടുത്തത്. ആദ്യം കണ്ടത് വൈഗയുടെ ജന്മദിനാഘോഷം. അതിനുശേഷം നമ്മൾ നേരെ ഇപ്പോൾ ഞങ്ങളുടെ തൊട്ട് പിന്നിൽ കാണുന്നതാണ് ഈ ONV സ്മൃതി 1-ാം വേദി അല്ലെ? ഈ 1-ാം വേദിയിൽ തിരുവാതിര വിഭാഗം തിരുവാതിരകളി മത്സരം പുരോഗമിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി ഇപ്പോഴത്തെ ഒരു പോയിന്റ് അപ്ഡേഷനിലേക്ക് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടത്. ഓരോ മണിക്കൂറും ഇങ്ങനെ ലീഡ് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഐശ്വര്യോട് ചോദിക്കാല്ലേ നിലവിലത്തെ അവസ്ഥ എന്താണെന്ന്. ഐശ്വര്യ ഓടിച്ചാടി ഐശ്വര്യ ചിരിയാണോ? അടുത്തുണ്ടോ? ഇല്ല. പിന്നെ ചിരിയാണോ? അത് ആദ്യമേ നമ്മള് തീരുമാനിച്ചില്ല, ഇല്ല. അപ്പൊ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ഉച്ചയ്ക്ക് സംസാരിച്ചപ്പോൾ ഉള്ള അതേ തന്നെയാണ്. പക്ഷെ പോയിന്റ് നിലയിൽ മാത്രമാണ് ചെറിയ വ്യത്യാസമുള്ളത്. കണ്ണൂരാണ് ഇപ്പോഴും ഫസ്റ്റ് നിൽക്കുന്നത്. ഉച്ചയ്ക്കും കണ്ണൂർ തന്നെയായിരുന്നു. തൊട്ടു പിന്നാലെ മത്സരം ഒട്ടും കുറയാതെ പിന്നാലെ നിൽക്കുന്നത് പാലക്കാടാണ്. കണ്ണൂരിന് 600 പോയിന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പാലക്കാടിന് 585 പോയിന്റ് ആണുള്ളത്. കോഴിക്കോടും സെയിം പോയിന്റ്. പാലക്കാടും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് മത്സരം 585, 585. അവർ തമ്മിലുള്ളതാണ്. ആരെങ്കിലും മുന്നോട്ട് വരുമോ എങ്കിൽ കണ്ണൂരുമായി ആര് മത്സരിക്കുമെന്നുള്ളത്. പിന്നെ ഉള്ളത് തൃശ്ശൂരാണ് 572 പോയിന്റ്. ഒപ്പം കൊല്ലം 5-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ് മിഥുൻ ചേട്ടന് നിരാശാജനകമായ ഒരു വാർത്ത കൂടിയാണിത്. പിന്നെ സ്കൂളുകളുടെ കാര്യം നമ്മൾ ഫസ്റ്റ് ഡേ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു പാലക്കാടുള്ള ഗുരുകുലം സ്കൂളാണ് ഇപ്പോഴും ഫസ്റ്റ് നിൽക്കുന്നത്. രണ്ടാമത് തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പൊ സ്കൂളുകളുടെ കാര്യത്തിലും അങ്ങനെയാണെന്നില്ല. എന്തായാലും ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഓരോ പോയിന്റിനും അത്രത്തോളം വാല്യൂ ഉണ്ട്. കാരണം ഉച്ചയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ പോയിന്റ് അല്ല. ഇപ്പൊ കണ്ണൂരിന് നല്ലൊരു ലീഡ് കിട്ടിയിട്ടുണ്ട്. കണ്ണൂരിന്റെ ലീഡ് 600, അതായത് കണ്ണൂരിന് 600 പോയിന്റ് കിട്ടി അവർ ലീഡ് ചെയ്യാണ്. ഓക്കെ, എന്തായാലും താങ്ക് യു ഐശ്വര്യ. ഇതാണെങ്കിലും കണ്ണൂർ ലീഡ് ചെയ്യുന്നു വലിയ തോതിൽ എന്നുള്ളതാണ്. ആ ലീഡ് നിലനിർത്താൻ കണ്ണൂരിന് സാധിക്കുമെന്നുള്ളതാണ് നമുക്കറിയുന്നത് അല്ലേ? തൊട്ടു പിന്നിൽ ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ നമ്മുടെ പാലക്കാട് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഗുരുകുലം സ്കൂളിന്റെ കാര്യമാണ്. കലോത്സവം സ്കൂൾ എന്നൊക്കെ സ്പെഷ്യലൈസ് ചെയ്തൊരു സ്കൂൾ ഉണ്ടെങ്കിൽ അത് ഗുരുകുലമാണ്. എല്ലാ തവണയും എത്ര ഐറ്റത്തിലാണെന്നറിയാമോ അവിടുത്തെ കുട്ടികൾ വരുന്നത്. അവര് എത്ര മാസക്കാലം ഇതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് ആണ് ഓരോ തവണയും ഇവിടെ കൊണ്ടുവരുന്നതും. എല്ലാത്തിനും A ഗ്രേഡും വാങ്ങിയിട്ട് ആ കുട്ടികൾ പോകാറുള്ളൂ. എന്തായാലും വലിയ വാശിയേറിയ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാന വേദിയിൽ നമ്മൾ തിരുവാതിര പറഞ്ഞു. ഇനി ഇന്നത്തെ ഒരു രസകരമായിട്ടുള്ള ഐറ്റമായി പ്രതീക്ഷിച്ചിരുന്നത് മിമിക്രി ആയിരുന്നു അല്ലെ? മിമിക്രി വേദിയിൽ ഞങ്ങൾ പോയിരുന്നു. മിമിക്രി വേദിയിൽ പോയപ്പോൾ ഹയർ സെക്കൻഡറി ബോയ്സിന്റെ മിമിക്രി ആയിരുന്നു. പക്ഷെ എന്താ പറയാ, ഈ മിമിക്രി എന്നാൽ പലപ്പോഴും ഒരാൾ കഴിഞ്ഞാൽ അതിന്റെ ഒരു റിപ്പീറ്റേഷൻ പോലെ പെർഫോമൻസ് വരികയാണ്. സെയിം ഒരു തീമുകളിൽ മാറ്റം വരാത്തതുപോലെ ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ മിമിക്രിയിൽ കൊണ്ടുവരേണ്ട സമയമായെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഈ ബീറ്റ് ബോക്സ് അതൊക്കെ പരിചയപ്പെടുത്തിയ ശേഷം കൂടുതൽ ഇന്നോവേഷൻ വരുന്നുണ്ടോ എന്ന് സംശയമാണ്. നമുക്കൊരു മിമിക്രി പെർഫോമൻസ് കണ്ട ശേഷം അതിവേഗം മടങ്ങിയത്. യുവാക്കളുടെ ഹരമായി മാറിയ ഒരു ബുള്ളറ്റ് ഓടുന്ന ശബ്ദം. ഉത്സവ വേദികളിലും മറ്റ് ആഘോഷ വേദികളിലും കണ്ടുവരുന്ന മരണക്കിണർ ബൈക്ക് അഭ്യാസം. ആരും ഇപ്പോൾ കേട്ടതുപോലെ ഈ മരണക്കിണർ, ബുള്ളറ്റ്, ഇതൊക്കെ നമ്മൾ എത്രയോ നാളെ കേൾക്കുന്നല്ലേ. ഒരുപക്ഷെ ഇന്ന് ആ വേദിയിൽ ഇരുന്ന് ചിരിക്കുന്ന ആളുകൾ ഞാൻ കുറച്ചാണ് കണ്ടത്. സാധാരണ ഈ HSS വിഭാഗം മിമിക്രി എന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രതീക്ഷയാണ്, വലിയ നിലവാരം പുലർത്തുന്നത്. നിലവാരമില്ല അല്ലെങ്കിൽ മോശമായിരുന്നു പ്രകടനം എന്നല്ല, റിപ്പീറ്റേഷൻ, ആവർത്തന വിരുദ്ധത എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം. പക്ഷെ ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ ഒരു വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് നോക്കുമ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് ആദർശ് ഒരു പയ്യൻ ഈ 2015, 16, 17 താരമായിരുന്നു. A ഗ്രേഡ് റിയാലിറ്റി ഷോയിലൊക്കെ സോഷ്യൽ മീഡിയ താരമാണ്.
താരമാണ്. ആദർശ് ADJ എന്നൊക്കെയാണ് അറിയപ്പെടുന്നവൻ. അപ്പോ ആദർശിനെയും നമ്മളിന്ന് കാണാൻ അതെ, സാധിക്കും. ആദർശ് ഈ ഒരു മിമിക്രി മത്സരം കാണാൻ വേണ്ടിയിട്ടായിരുന്നു ആ വേദിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആദർശിനും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു. ആദർശിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പിള്ളേർ ചെയ്യുന്ന ഈ എന്താ പറയുക റാപ്പ് അല്ലെങ്കിൽ ബീറ്റ് ബോക്സിംഗ്, ഒരു മ്യൂസിക് കൊണ്ടുള്ള കളിയൊക്കെ ഉണ്ടല്ലോ മിമിക്രിയിലെ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കലോത്സവ വേദിയിൽ ആദർശാണ്. അപ്പോൾ ആദർശ് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. കലോത്സവ വേദിയിൽ നിന്ന്, മിമിക്രി വേദിയിൽ നിന്ന്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മിമിക്രി വേദിയിൽ ഹയർ സെക്കൻഡറി ആൺകുട്ടികളുടെ അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി തോന്നിയത് ഒരു ആവർത്തനമാണ്. ഈ ആവർത്തനം എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് ഒരു 6-7 വർഷം മുമ്പ് തന്നെ കൊണ്ടുവന്ന ബീറ്റ് ബോക്സിംഗ്. ഈ ബീറ്റ് ബോക്സിംഗിന്റെ ഒരു നീണ്ട നിരയുണ്ടായിരുന്നു ഈ 4 ക്ലസ്റ്ററുകളായിട്ടുള്ള മത്സരത്തിൽ. അപ്പൊ ഈ ബീറ്റ് ബോക്സിംഗ് കൊണ്ടുവന്നത് ആരാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇട്ടത് ആരാണ് ഈ കലോത്സവ വേദിയിൽ? എന്റെ മുന്നിലുണ്ട്, ഇതാ നിൽക്കുന്നു, കൊല്ലംകാരനാണ് ആദർശ് ADJ എന്നാണ് ഇപ്പോഴത്തെ എന്താ പറയുക വൈറൽ നെയിം. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്, അത്യാവശ്യം ആൾക്കാർക്ക് അറിയാവുന്ന കക്ഷിയാണ്. അപ്പം ഈ 2015 കലോത്സവം, 2016 കലോത്സവം, 2017 കലോത്സവം, 3 കലോത്സവത്തിലും A ഗ്രേഡ്. 2017 A ഗ്രേഡ് ഫസ്റ്റ് കിട്ടിയ ആളാണ്. അപ്പോൾ ആദർശാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ആദർശ്, ഈ ബീറ്റ് ബോക്സിംഗ് കാണാൻ വേണ്ടി ബീറ്റ് ബോക്സിംഗ് കണ്ടപ്പോൾ മിമിക്രി വേദിയിൽ ഇങ്ങനെ 2015 ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ലേ ആദർശ്, ഇപ്പൊ കണ്ടപ്പോ എന്ത് തോന്നി? ബീറ്റ് ബോക്സ് കാണുമ്പോൾ സന്തോഷമാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ എനിക്ക് പ്രാക്കുണ്ട്. കാരണം ഇത് ഞാനാണല്ലോ തുടക്കം കുറിച്ചതും. അതിനുശേഷം ഈ ബീറ്റ് ബോക്സ് ചെയ്യുന്ന ആൾക്കാരെ മാക്സിമം ക്യാൻസൽ ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പോൾ ഉണ്ട്. കാരണം പ്യുവർ മിമിക്രി മതി, അല്ലെങ്കിൽ നടന്മാരുടെ ഇമിറ്റേഷൻ മതി എന്നുള്ള സാധനം ഇപ്പായി വരുന്നുണ്ട്. അതുകൊണ്ട് ബീറ്റ് ബോക്സ് നല്ലതാണ്. അതൊക്കെ എനിക്കാണ് പഴി കേൾക്കുന്നത് കൂടുതൽ. അല്ല, ഈ ആദർശ് എങ്ങനെ ബീറ്റ് ബോക്സിംഗിലേക്ക് എത്തി? എന്തുകൊണ്ടാണ് ബീറ്റ് ബോക്സിംഗ് എന്നുള്ള സംഭവം കൊള്ളാം, അത് മിമിക്രി വേദിയിൽ ഏക്കും തോന്നിയത് എങ്ങനെയാണ്? ഇതിപ്പോ കേൾക്കുമ്പോൾ ആവർത്തന വിരസത തോന്നിയില്ലേ? എനിക്ക് അന്ന് തോന്നിയ ഒരു സാധനമാണ് ഈ ആവർത്തന വിരസത. അന്ന് ചെയ്യുന്ന ടൈമില് ഏകദേശം ഈ പ്രകൃതി ശബ്ദങ്ങളും അങ്ങനത്തെ കിളി കൂവുന്നു, മറ്റേ വെള്ള പൊട്ടി വിടരുന്നു, അതെ, ആ സൗണ്ട്സ് ആണ് കൂടുതലും മിമിക്രിയിൽ കണ്ടുകൊണ്ടിരുന്നത്. അത് തോട്ട് മാറണം, അല്ലെങ്കിൽ അങ്ങനെ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് അത് പഠിച്ച് അങ്ങനെയാണ് ശരിക്കും ഇതിലോട്ട് വരുന്നത്. അപ്പോൾ ഈ എന്താണെങ്കിലും ഈ ബീറ്റ് ബോക്സിംഗിന്റെ ഒരു ഉപജ്ഞാതാവ് എന്നൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷൻ ഇട്ടതാണ്. അപ്പോ അത് മോശമാക്കരുത്, ഒന്ന് കാണിച്ചു കൊടുക്കണം. ബീറ്റ് ബോക്സിംഗ് അല്ലേ? ബീറ്റ് ബോക്സിംഗ് സിമ്പിൾ ആണ്, ഇപ്പൊ എല്ലാവർക്കും അറിയാം. തൊണ്ട കൊണ്ട് കുറെ ഇൻസ്ട്രുമെന്റ്സ് കാണിക്കുന്നു, ചെറിയൊരു സൗണ്ട്. ചേട്ടന്റെ പേര് എൽദോ. ഇപ്പൊ എൽദോ വെച്ചിട്ട് ഞാൻ ഒരു ഫ്രീ സ്റ്റൈൽ സാധനം കാണിച്ചു തരാം. എൽദോ 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 കണ്ണാടി. ഇങ്ങനെയൊക്കെ എന്നെ ഇൻട്രോഡക്ഷൻ ഇട്ടാ പിന്നെ ഞാൻ കണ്ണാടിയെങ്കിലും വെക്കണ്ടേ? ഓക്കെ, അപ്പം ഗംഭീരായിരുന്നു. അതിപ്പോ ഈ പറയുന്ന പോലെ ഒരു ഫുൾ സൗണ്ട് സിസ്റ്റത്തിൽ കേൾക്കേണ്ട ഒരു ഫീൽ തന്നെയായിരിക്കും അല്ലെ? ഓക്കെ, അപ്പോ ഇതിനപ്പുറത്ത് ഇപ്പോൾ ആദർശ് എന്താണ്? ഇപ്പം ഞാൻ ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞ ജേണറിൽ റാപ്പിംഗ്, അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പിന്റെ ജേണറാണ് ബീറ്റ് ബോക്സിംഗ് എന്ന് പറയുന്ന ഈ ആർട്ട് ഫോം. അപ്പൊ ഇപ്പൊ റാപ്പിംഗിന്റെ കൂടെ ഫെജോന്റെ കൂടെ ഇപ്പം കൂടത്തുള്ള എന്ന് പറയുന്ന ഇപ്പോഴത്തെ അത്യാവശ്യം വൈറലായി നിൽക്കുന്ന ഒരു റാപ്പ് ഉണ്ടാവുമല്ലോ, അപ്പൊ ആ റാപ്പിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായിട്ടാണ് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്? ആർട്ടിസ്റ്റ് ആയിട്ടും അതിന്റെ കുറച്ച് കാര്യങ്ങളും. പിന്നെ മ്യൂസിക് പ്രൊഡക്ഷൻ. ഇപ്പം എന്റെയും ഫെജോന്റെ കുറെ ട്രാക്ക് ഇപ്പൊ റിലീസ് ചെയ്യാനുണ്ട്. 2-3 ട്രാക്ക് ഇപ്പൊ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിപ്പോ ഉടൻ തന്നെ റിലീസാവും. പിന്നെ മ്യൂസിക് പ്രൊഡക്ഷൻ ആണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലൈവ് സ്റ്റേജ് കോൺസേർട്ട് കൂടുതലും ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ മിമിക്രി ഒക്കെ വിട്ടിട്ട് എന്താ മ്യൂസിക്കിന്റെ പിന്നാലെ? അല്ലെ, ഞാൻ ചെയ്യുന്നത് മിമിക്രി ആണോ എന്ന് ചോദിച്ചാൽ മിമിക്രിയാണ്. അത് കണക്ക് തന്നെ മ്യൂസിക്കും ആണല്ലോ. സോ കുറച്ചും കൂടെ ഒന്ന് മുങ്ങിയതാ. അതാണ്. ഇനി എനിക്ക് അന്നത്തെ ഒരു കലോത്സവ ഓർമ്മകളും അന്നത്തെ ഈ ബീറ്റ് ബോക്സിംഗ് അല്ലാതെ ആദർശിന്റെ ഒരു ഹിറ്റ് സാധനം എന്തായിരുന്നു? ബീറ്റ് ബോക്സിംഗ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ഞാൻ കലോത്സവത്തിൽ ചെയ്യുന്ന, ഉമ്മൻചാണ്ടി സാർ ഇപ്പൊ നമ്മളോടെ ഇല്ല. ഉമ്മൻചാണ്ടി സാറിന്റെ സൗണ്ട് വെച്ചിട്ട് ഇതുപോലെ DJ അന്ന് ചെയ്തായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ പുള്ളി മരിച്ചതിന് ശേഷം പിന്നെ ചെയ്യണം, എനിക്ക് തന്നെ ഭയങ്കര ഒരു പാടുപോലെ. അതിന് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ സാർ, ഈ രാഷ്ട്രീയക്കാരുടെ ശബ്ദത്തിൽ മോർഫ് ചെയ്യുന്നൊരു പരിപാടി. ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ അന്ന് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ സൗണ്ട് എന്ന് പറയുന്നത് ഉരിയാതെ ഒരു മതം അള്ളാഹ. ഇതിപ്പോ DJ ആക്കുമ്പം ഉരിയാതെ ഒരു മതം അള്ളാഹ, ഇങ്ങനത്തെ ഒരു സംഭവം അന്ന് കൊണ്ടുവന്നു. ഞാൻ ചെയ്ത് ഞാൻ തന്നെ മടുത്തു. അതുകൊണ്ടാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ അകത്ത് ഇപ്പൊ ഈ മടുപ്പ് എന്നുള്ളതാണ് ഈ മിമിക്രി വേദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി തോന്നുന്നത്. ഈ ആവർത്തന വിരസത വരുന്നു. അല്ലാതെ ഇതിനെ മറികടക്കാനുള്ള ഒരു ആലോചന ഇല്ലാണ്ടാവുന്നത് എന്താണ്? ഒന്നാമത്തെ എനിക്കൊന്ന് സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ
സോഷ്യൽ മീഡിയയാണ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ പുറകെ പോയിട്ട് പുതിയ പുതിയ കണ്ടന്റ് കണ്ടിട്ട് അതിൽ ഇൻസ്പയർ ആവും. പക്ഷെ നമ്മൾ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു എനിക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോഷ്യൽ മീഡിയ ആയിരിക്കാം. ഓക്കെ, എന്താണെങ്കിലും ഇപ്പത്തെ കുറെ നാളായി ഇപ്പൊ സ്റ്റേജ് ഷോ ഒന്നും ചെയ്യാറില്ലാന്ന് തോന്നുന്നല്ലോ. ചെയ്തു ഇപ്പൊ എനിക്കെന്താ പറയാ, ഇതെല്ലാം കണ്ടിട്ട് തൊണ്ട വെയിലത്തും കൂടെ നിൽക്കുകയല്ലേ, തൊണ്ട ഇപ്പോൾ അതുകൊണ്ടാണ് എന്റെ തൊണ്ട. ഞാൻ പറയട്ടെ ഒരു കാര്യം കൂടി, ഇപ്പോൾ പറ്റുമെന്ന് എനിക്കറിയില്ല, തൊണ്ട ഇങ്ങനെ ആയതുകൊണ്ട് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു നമ്പർ കണ്ടെത്തിയിരുന്നോ? ബീറ്റ് ബോക്സിലാണോ? ബീറ്റ് ബോക്സിൽ സ്റ്റേജിൽ ചെയ്യുന്ന കുറെ സാധനമുണ്ട്. റോബോട്ടിക്സിന്റെ ആക്ഷൻസും പിന്നെ സിനിമയിലെ ബീജിയംസ്. ഇപ്പം ഭീഷ്മപർവ്വല്ലേ, ഭീഷ്മപർവ്വത്തിൽ മമ്മൂക്ക എൻട്രി ചെയ്യുമ്പം ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഹൈലൈറ്റ് എന്ന് പറയുന്നത് താങ്ക് യു. അപ്പോൾ എന്നാലും ഒരുപാട് സന്തോഷം മാത്രം ഇങ്ങനെ കലോത്സവ വേദിയിൽ വീണ്ടും ഈ പഴയ ഒരു പ്രതിഭയെ കണ്ടെത്താൻ കഴിഞ്ഞതിലും അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരത്തെ എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞതിലും എനിക്ക് സന്തോഷം. ഓക്കെ, താങ്ക് യു. എന്നാലും ആദർശിന്റെ വിശേഷങ്ങൾ കേട്ടല്ലോ. ഈ ആദർശ് ഈ കലോത്സവ വേദിയിലെ ഒരു മിന്നും താരമായിരുന്നു തുടർച്ചയായിട്ടുള്ള 3 വർഷങ്ങൾ. അപ്പോൾ അതിപ്പോൾ സ്റ്റേജിൽ തുടരുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം എൽദോപ്പോൾ, പുതുച്ചേരി, ന്യൂസ് 18. അപ്പോൾ ആദർശിന്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു. ഈ മിമിക്രി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എൽദോ നാടോടി നൃത്തമായിരുന്നു. എല്ലാ കലോത്സവ വേദിയിലും ഇങ്ങനെ ആകാംക്ഷ നോക്കുന്ന ഇങ്ങനെ കളർഫുൾ ആണ്, കഥയുണ്ട്, ഒരു ഇമോഷണൽ ഡ്രാമ കൂടിയാണ്. അത് നൃത്തത്തിലൂടെ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പൊതുവെ നമ്മളെപ്പോഴും പെൺകുട്ടികളുടെ നാടോടി നൃത്തത്തെയാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൺകുട്ടികളും അതേപോലെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് നാടോടി നൃത്തം വേദിയിൽ പോയിരുന്നു. അപ്പൊ HS വിഭാഗം ബോയ്സിന്റെ നാടോടി നൃത്തമായിരുന്നു അവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനൊരു കൊച്ചുമിടുക്കനെ പരിചയപ്പെട്ടു. പ്രജ്വൽ എന്നാണ് പേര്. പ്രജ്വലിന്റെ കഥ എന്ന് പറയുന്നത്, അതായത് ഒരുപാട് സാമ്പത്തിക പരാധീനതകളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്കറിയാം ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഇവിടുത്തെ ഒരു സ്റ്റേജിൽ എത്തണമെങ്കിൽ അതിന് പിന്നിലുള്ള സാമ്പത്തികമായിട്ടുള്ള ആവശ്യം അത് എത്രത്തോളമാണെന്ന്, കോസ്റ്റ്യൂം, മേക്കപ്പ്, പിന്നെ അവർ എത്രയോ കാലമായിട്ട് ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നാടോടി നൃത്തം മാത്രമല്ല, പ്രജ്വലിന് ഭരതനാട്യമുണ്ട്, കുച്ചിപ്പുടിയുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ വലിയൊരു എമൗണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. സാധാരണക്കാരായ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ് പ്രജ്വൽ. അപ്പം ഈ എമൗണ്ട് ഒക്കെ അവര് കലയോടുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാവരും ഒത്തുചേർന്ന്, ബന്ധുക്കളും അധ്യാപകരും വീട്ടുകാരും എല്ലാം ഒത്തുചേർന്ന് കണ്ടെത്തിയാണ് അവര് സന്തോഷത്തോടെ ഇവിടെ വന്ന് മത്സരിക്കുന്നത്. പ്രൈസ് ഒന്നുമല്ല ലക്ഷ്യം, ആ കലയെ അവതരിപ്പിക്കുക, അതിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം പ്രജ്വലിന്റെ വിശേഷമാണ് ഞാൻ ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പം പ്രജ്വലിനെ കണ്ടിട്ട് തിരികെ എത്താം. ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ നാടോടി നൃത്തത്തിൽ നിറഞ്ഞ കയ്യടി നേടിയ പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു കൊച്ചുമിടുക്കനോടൊപ്പമാണ് ഞാൻ ഇന്ന് ചേരുന്നത്. പ്രജ്വലിനൊപ്പം പ്രജ്വലിന്റെ അച്ഛനും അമ്മയും ഇന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്തില്ലേ? എല്ലാരും നല്ല അഭിപ്രായമല്ലേ പറയുന്നേ? അതെ, A ഗ്രേഡ് എന്തായാലും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതുപോലെ എല്ലാവരുടെയും നല്ല അഭിപ്രായമാണ് പ്രജ്വലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എവിടുന്നാ വരുന്നത് പ്രജ്വല്? ഞാൻ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. നമ്മുടെ വീട് കുമ്പളങ്ങാടാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th സ്റ്റാൻഡേർഡ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ് കലോത്സവമാണ് അല്ലേ? ഈ ഐറ്റം മാത്രമേ ഉള്ളൂ? അതെ, സ്റ്റേറ്റിൽ ഇത് മാത്രമേ ഉള്ളൂ. ജില്ലയില് ഭരതനാട്യം, കുച്ചിപ്പുടി മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? അത് സെക്കൻഡ്. പക്ഷെ A ഗ്രേഡ് കിട്ടിയില്ലേ? എല്ലാത്തിനും കിട്ടി. മിടുക്കം. അപ്പൊ നമുക്ക് അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. എന്താ ചേട്ടൻ പേര്? എന്റെ പേര് സുനിൽ. എന്ത് ചെയ്യാ? ഞാൻ കോൺട്രാക്ട് വർക്ക് എടുത്ത് പണി ചെയ്യുന്നതാണ്. പിന്നെ കിള്ളിമംഗലം ഭാഗത്താണ്. മാസ്റ്റർമാരും ടീച്ചറെടുത്തും കുറച്ച് കാലമായി ഡാൻസിൽ പോയി തുടങ്ങിയിട്ട്. അങ്ങനെ പഠിക്കാൻ ആഗ്രഹം മോൾക്ക് ഉണ്ടായിരുന്നു. വെച്ചാൽ മോൾക്ക് ഇല്ല പറഞ്ഞു. അങ്ങനെ പിന്നെ മോനെ ആഗ്രഹം ഉണ്ട് പറഞ്ഞു. അതിന് മോനെ വിട്ടു. ശരി. മോൻ എത്ര കാലമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്?
മോന് ചെറുപ്പം മുതലേ കളിക്കുന്നുണ്ട്. പക്ഷേ മാസ്റ്റർ അടുത്ത് 5ാം ക്ലാസ് മുതൽ ക്ലാസ്സിന് വിട്ടിട്ടുള്ളത്. അപ്പം ഭരതനാട്യവും കുച്ചിപ്പുടിയും നാടോടി നൃത്തമാണല്ലേ പഠിക്കുന്നത്? അതെ അതെ, 3 പഠിക്കുന്നത്. മാസ്റ്ററുടെയോ ടീച്ചറുടെയോ സഹായമാണ് മെയിൻ. അതെ അതെ, ഇതുപോലുള്ള ഗ്ലാമറസ് ഇനങ്ങൾ ഒരു സംസ്ഥാന കലോത്സവം വരെ എത്തുക എന്ന് പറയുന്നത് അതിന് വരുന്ന ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, അത് വളരെ വലിയ കാര്യമാണ്. അപ്പൊ ആര്യ, വെരി സോറി, ആര്യയുടെ നാടോടി നൃത്തം ഞാനിത് ഇടയ്ക്ക് വെച്ച് ഇടപെടുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ മംഗമാരിവിടെ ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കുകയാണ്. ഈ മംഗമാരെ ഒന്ന് പ്രേക്ഷക മുന്നിൽ എത്തിക്കണ്ടേ? പിന്നെ ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോ നിങ്ങൾ ഏത് സ്കൂള്? മമ്മിയൂർ അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? പെർഫോം ചെയ്യാൻ പറ്റുമോ? നന്നായിട്ട് ചെയ്യാൻ പറ്റി. സ്കൂളിൽ വെച്ച് പ്രാക്ടീസ് ചെയ്ത അതേ സ്റ്റാൻഡേർഡിൽ എനർജി ചെയ്തോ? എന്തൊരു കോൺഫിഡൻസാ. എല്ലാരും കണ്ടാലും പറഞ്ഞു അങ്ങനെ ചെയ്തു പറഞ്ഞോ? ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യോ? പെട്ടെന്നാവോ? പെട്ടെന്ന് പൊസിഷൻ. ആരാ പാട്ട് പാടുന്നേ? പാട്ട് പാടുന്നവരാ വിട്ടെ. വാ, ആ ടൗണൊക്കെ പേടിക്കണ്ടോ? നേരിട്ട് ഓക്കെ, പെട്ടെന്നോ? റെഡിയല്ലേ? എല്ലാരും റെഡിയല്ലേ? മമ്മിയൂർ റെഡിയല്ലേ? ഓക്കെ, സ്റ്റാർട്ട്. 1 2 3 സ്റ്റാർട്ട്. കൗതുകത്തോടനുദിനം കൈതമുറ്റത്തമർന്നിടും കൗശലവസ്ത്രധാരിണി ധാത്രി വല്ലഭേ. ചന്തമേറും പുണ്ടരികം തന്നീലങ്ങു വണിയിടുന്ന ചെന്താമരദള നേത്രേ വാണി മാതാവേ. ഖേദമെല്ലാം ഒഴിച്ചെന്റെ നാവു തന്നീലെല്ലായ്പ്പോഴും മോദമോടെ സരസ്വതി നൃത്തമാടേണം. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇവര് സ്റ്റേജിലും ഗംഭീരമായിട്ട് ചെയ്തല്ലേ. അപ്പൊ എല്ലാ മമ്മിയൂർ താങ്ക് യു സോ മച്ച് പെർഫോം ചെയ്തതിന് കേട്ടോ. എല്ലാവരും ഗംഭീരമായിരുന്നു. റിസൾട്ട് വരുമ്പോ എ ഗ്രേഡ് ഉറപ്പ് പറയട്ടെ. എ ഗ്രേഡ് ഉറപ്പാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞിട്ടുണ്ടല്ലോ. കാണാൻ നമുക്ക്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്താണ്, ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഈ കലോത്സവ വേദിയിൽ. പക്ഷെ തൽക്കാലത്തേക്ക് നമ്മൾക്ക് ഇവിടെ സമയമായിരിക്കുകയാണ്. പക്ഷേ കാഴ്ചകൾ അവസാനിക്കുന്നില്ല, വിശേഷങ്ങൾ ഞങ്ങൾ നൽകുന്നതും അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് ഇടയ്ക്കിടയ്ക്ക് എത്തുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് ഞങ്ങളൊരു വിട പറയുകയാണ്. കലകലാരം അവസാനിപ്പിക്കുന്നു. നന്ദി. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. ഈ പരിപാടി വികിരണങ്ങൾ